നിങ്ങളെപ്പോലെ ഒന്നും അല്ലായിരുന്നു ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. കർത്താവിനെ സൗഖ്യമാക്കി. 4 തവണയായി 5 മുഴകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തു. വൈദ്യശാസ്ത്രം ഇനി നീ എഴുന്നേൽക്കത്തില്ല എന്ന് വിധി പറഞ്ഞു. അവിടെ നിന്ന് കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ശ്വാസകോശത്തിൻ്റെ അകത്ത് ക്യാൻസർ ബാധിച്ച് RCCയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് വെന്റിലേറ്ററിൽ കിടന്നയാണ് ഞാൻ. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. കർത്താവെ, 17ാമത്തെ വയസ്സിൽ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? അസംബ്ലിസോട് ഒരു ശുശ്രൂഷകന്റെ മകനാണ് ഞാൻ. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും എന്നോട് സംസാരിച്ചു. ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാക്കും. പല ദേശങ്ങളിലേക്ക് ദൈവം പറഞ്ഞ സമയത്ത് വീണ്ടും ഞാൻ ക്യാൻസർ ബാധിതനായി നാട്ടിലോട്ട് വന്ന എൻ്റെ അപ്പൻ എന്നെ RCCയിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, പെട്ടെന്നൊരു പെറ്റ് സ്കാൻ എടുത്തിട്ട് വരാം. ഡോക്ടർ ഞങ്ങളെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ചെറിയ മുഴയാണെങ്കിൽ പ്രശ്നമില്ല, ഇത് ശ്വാസകോശത്തിനകത്തേക്ക് ബാധിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു ഓപ്പറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷന് നടുവിൽ വെച്ച് മരണം സംഭവിക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. രക്ഷപ്പെട്ടാൽ കോമയിലായി പോകുമെന്ന് പറഞ്ഞു. കോമയിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നീ വെന്റിലേറ്ററിലായി പോകുമെന്ന് പറഞ്ഞു. നീണ്ട മണിക്കൂറുകൾ ഓപ്പറേഷന് വേണ്ടി വിധേയനായി ഞാൻ കണ്ണു തുറക്കുന്നത് വെന്റിലേറ്ററിനകത്താണ്. ദിവസങ്ങളോളം ആ വെന്റിലേറ്ററിൽ കിടന്നു. വെന്റിലേറ്ററിൽ കിടന്നവരാരും പുറത്തു വന്നിട്ടില്ലെന്ന് ഞാൻ അതുവരെ കേട്ടിട്ടുള്ളത്. പക്ഷേ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ഒരു വികലാംഗനായിട്ടല്ല, ഒരു ഭാഗം തളർന്നവനായിട്ടല്ല. എനിക്ക് നിങ്ങളെക്കാൾ നന്നായി തുള്ളാൻ പറ്റും, എനിക്ക് നിങ്ങളെക്കാൾ നന്നായി ചാടാൻ പറ്റും, എനിക്ക് നിങ്ങളിൽ പലരേക്കാൾ നന്നായി ഒച്ചയെടുത്ത് സംസാരിക്കാൻ പറ്റും.